ഫിലിം ഗാരേജിന്റെ ഇന്നത്തെ സിനിമാ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. ഇനി തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്ന ടൊവിനോയുടെ അടുത്ത മലയാളം സിനിമയാണല്ലോ നടികർ. ഇന്ന് സിനിമയുടെ ട്രെയിലർ റിലീസ് ആയിരിക്കുകയാണ്. ഡ്രൈവിംഗ് ലൈസൻസിന് ശേഷം ലാൽ ജൂനിയർ സംവിധാനം ചെയ്യുന്ന അടുത്ത സിനിമയും ഒരു സിനിമാ നടന്റെ സൂപ്പർ താരത്തിന്റെ കഥ പറയുന്ന സിനിമയാണ്. ഒട്ടനേകം സിനിമാ റെഫറൻസ്, സിനിമാ നടന്മാരുടെ റെഫറൻസ് എല്ലാം തന്നെ നടികർ എന്ന സിനിമയിൽ ഉണ്ടാകുമെന്ന് ട്രെയിലർ ഉറപ്പ് നൽകുന്നുണ്ട്. ഒപ്പം റിച്ച് ഫ്രെയിംസ്, ക്വാളിറ്റി, മികവെല്ലാം തന്നെ ട്രെയിലറിൽ കാണാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. നല്ല ബഡ്ജറ്റുള്ള സിനിമയാണ് എന്നും ചിത്രത്തിന്റെ ട്രെയിലർ കാണുമ്പോൾ തന്നെ വ്യക്തമാകുന്നു. എങ്കിലും ടൊവിനോയുടെ കളർഫുൾ സിനിമയുടെ ട്രെയിലർ എന്നൊക്കെ പറയുമ്പോൾ തല്ലുമാല ട്രെയിലർ വെച്ച് കമ്പാരിസൺ വരികയുള്ളൂ. അങ്ങനെ നോക്കുകയാണെങ്കിൽ തല്ലുമാല ലെവലിലേക്ക് ചിത്രത്തിന്റെ ട്രെയിലർ എത്തപ്പെട്ടിട്ടില്ല. എങ്കിൽ പോലും ഒരു ഡീസന്റ് ട്രെയിലറാണ് നടികർ ട്രെയിലറായിട്ട് പുറത്തു വന്നിരിക്കുന്നത്. സിനിമ മെയ് 3 തിയേറ്ററുകളിലേക്ക് എത്തുന്നു. മികച്ച അഭിപ്രായങ്ങൾ നേടിയെടുക്കുകയാണെങ്കിൽ ബോക്സ് ഓഫീസിൽ കത്തിക്കേറുമെന്ന് പ്രതീക്ഷിക്കാം. ഇന്ന് ട്രെയിലർ ലോഞ്ചിന് പിന്നാലെ സിനിമയുടെ പ്രൊമോഷൻ പരിപാടികൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. കാത്തിരിക്കാം നടികർ എന്ന സിനിമയുടെ കൂടുതൽ വാർത്തകൾ കേട്ടാം. ഇന്ന് ബുക്കിംഗ് ആരംഭിക്കപ്പെട്ട ഏറ്റവും പുതിയ മലയാളം സിനിമയാണല്ലോ മലയാളി ഫ്രം ഇന്ത്യ. ലിസ്റ്റിൻ സ്റ്റീഫൻ നിർമ്മിച്ച് ഡിജോ ജോസ് ആന്റണി സംവിധാനം ചെയ്ത് നിവിൻ പോളി, അനശ്വര, ഒപ്പം തന്നെ ധ്യാൻ ശ്രീനിവാസൻ തുടങ്ങിയവർ അഭിനയിക്കുന്ന മലയാളി ഫ്രം ഇന്ത്യ എന്ന സിനിമയുടെ ബുക്കിംഗിന്റെ ആദ്യ മണിക്കൂറിൽ ഫാസ്റ്റ് ഫില്ലിംഗ് ഷോസ് എല്ലാം തന്നെ കേരളത്തിൽ സിനിമയ്ക്ക് നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അത് നല്ലൊരു സൂചന തന്നെയാണ് എന്ന് നിസ്സംശയം പറയാം. സമീപകാലത്ത് നിവിൻ പോളി നായകനെത്തിയ സോളോ സിനിമകളെല്ലാം തന്നെ വൻ പരാജയമായിരുന്നുവല്ലോ. വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയിലൂടെ ഒരു സാമ്പിൾ ആണെങ്കിൽ മലയാളി ഫ്രം ഇന്ത്യ എന്ന സിനിമയിലൂടെ ഒരു വൻ തിരിച്ചുവരവാണ് നാം പ്രതീക്ഷിക്കുന്നത്. ഇതിനിടയിൽ സിനിമയുടെ ഡ്യൂറേഷൻ, സെൻസർ സർട്ടിഫിക്കറ്റ് എല്ലാം തന്നെ പുറത്തു വന്നിരിക്കുകയാണ്. മെയ് 1 തിയേറ്ററുകളിലേക്ക് എത്തുന്ന സിനിമയുടെ ഡ്യൂറേഷൻ 2 മണിക്കൂർ 38 മിനിറ്റ് ആണ്. ക്ലീൻ യു സർട്ടിഫിക്കറ്റ് ആണ് സിനിമയ്ക്ക് ലഭ്യമായിരിക്കുന്നത്. ദിലീപിന്റെ പവി കെയർ ടേക്കർ കഴിഞ്ഞ വെള്ളിയാഴ്ച തിയേറ്ററുകളിലേക്ക് എത്തിയ മലയാളം സിനിമയാണല്ലോ. ഈ 2024 ആദ്യ 4 മാസങ്ങൾക്കിടയിൽ ഒട്ടനേകം മലയാളം സിനിമകളാണല്ലോ മികച്ച അഭിപ്രായങ്ങൾ നേടിയെടുത്തത്. അതിൽ ഒരു സിനിമ കൂടിയായ പവി കെയർ ടേക്കർ എന്ന സിനിമ 2 ദിവസങ്ങൾ കൊണ്ട് 2 കോടി കളക്ഷൻ കേരളത്തിൽ നേടിയെടുക്കാനായിട്ട് ഒരുങ്ങുകയാണ്. ആദ്യ 2 ദിവസങ്ങളിലും ഈ ദിലീപ് സിനിമയ്ക്ക് ഫിയോക്ക് കേരളത്തിൽ വിതരണം ചെയ്യുന്ന സിനിമയായിട്ടും കുറവ് സ്ക്രീൻ കൗണ്ടായിരുന്നു ലഭ്യമായത്. എന്നാൽ നാളെ സിനിമയുടെ 3-ാം ദിവസം ഞായറാഴ്ച സിനിമയ്ക്ക് കൂടുതൽ ഷോ കൗണ്ടും ഒപ്പം തന്നെ സ്ക്രീൻ കൗണ്ട് കേരളത്തിൽ ലഭ്യമാകുമെന്ന് ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. അതിൻ്റെ സൂചന ബുക്ക് മൈ ഷോയിൽ നിന്ന് വ്യക്തമാണ്. എന്തായാലും നാളെ ആദ്യ 2 ദിവസങ്ങളെക്കാൾ കൂടുതൽ കളക്ഷൻ പ്രതീക്ഷിക്കുന്നു. കാത്തിരിക്കൂ പവി കെയർ ടേക്കർ എന്ന സിനിമയുടെ കൂടുതൽ വാർത്തകൾ കേട്ട്.